ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ ജനങ്ങളുടെ മേലുള്ള സ്വാധീനം നഷ്ടമായിരിക്കുന്നു. സ്വാധീനം മാത്രമല്ല, വിശ്വാസവും നഷ്ടമായ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് ഇറക്കിവിടണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമായിരിക്കുകയാണ്. അമേരിക്കയുമായി ചേർന്ന് നടത്തിയ 40 ദിവസത്തെ ഇറാൻ അധിനിവേശത്തിന് താൽക്കാലിക അറുതിയായെങ്കിലും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനെതിരെയുള്ള വികാരം ശക്തമാകുന്നുണ്ട്. ഓരോ ദിവസവും അതുയരുന്നതല്ലാതെ ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് വാസ്തവം. പ്രമുഖ ഇസ്രായേലി മാധ്യമമായ വല്ല പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ വിശകലനത്തിൽ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് വലിയ നയതന്ത്ര സൈനിക പരാജയമാണ് ഉണ്ടായതെന്ന് വിലയിരുത്തുന്നുണ്ട്. പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞനും മാധ്യമപ്രവർത്തകനും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവുമായ ബരാക് സെരിയാണ് യുദ്ധത്തിൽ ഇസ്രായേലിനേറ്റ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ് നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷിയും മിസൈൽ ശേഖരവും തകർക്കുക എന്നതായിരുന്നു യുദ്ധത്തിൽ നെതന്യാഹു പറഞ്ഞിരുന്ന പ്രധാന ലക്ഷ്യം. എന്നാൽ 40 ദിവസത്തെ കടുത്ത പോരാട്ടത്തിന് ശേഷവും ഇറാന്റെ 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും റെവല്യൂഷണറി ഗാർഡ്സിന്റെ കരുത്തും അതുപോലെ തന്നെ തുടരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിനു പുറമെ ഇറാൻ ഭരണകൂടം കൂടുതൽ തീവ്ര നിലപാടുകളിലേക്ക് മാറാനും ഈ യുദ്ധം കാരണമായെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധം കൊണ്ട് ഇസ്രായേലിന് ലഭിച്ച ഏക നേട്ടം മുമ്പ് തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് കടലിടുക്ക് ഇനിയും തുറന്നു കിടക്കും എന്നത് മാത്രമാണ്. ഇതിനായി ഇസ്രായേൽ കൊടുത്ത വില വലുതാണ്. 40 ദിവസം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഷെൽട്ടറുകളിൽ കഴിയേണ്ടി വന്നിട്ടും ഒരു ഗുണവും അവർക്കുണ്ടായില്ല. നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും സ്തംഭിച്ചെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനു പുറമെയാണ് നയതന്ത്ര നാണക്കേടും നേരിട്ടിരിക്കുന്നത്. വെടിനിർത്തൽ തീരുമാനത്തിൽ ഇസ്രായേലുമായി അമേരിക്ക ഒന്ന് ചർച്ച നടത്തുക പോലും ചെയ്തില്ല. അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് ഇറാന്റെ സമ്മതത്തോടെ തീരുമാനിച്ച വെടിനിർത്തൽ ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. നെതന്യാഹു ട്രംപിനെ നുണകൾ പറഞ്ഞ് യുദ്ധത്തിലേക്ക് ചതിച്ചു വീഴ്ത്തിയതെന്ന ബോധം അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തിൽ ശക്തമായിരിക്കുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്താമെന്ന നെതന്യാഹുവിന്റെ വാഗ്ദാനത്തെ CIA പ്രഹസനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ ഒരു സ്വത്തല്ല, മറിച്ച് ബാധ്യതയാണെന്ന് അമേരിക്ക കരുതുന്ന സ്ഥിതിയിലേക്ക് നെതന്യാഹു കാര്യങ്ങൾ എത്തിച്ചുവെന്നതാണ് മറ്റൊരു ആരോപണം. ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ അധികായന്മാരുടെ ഉപദേശകനായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് നെതന്യാഹുവിനെതിരെ വിമർശനം ശക്തമാക്കിയിരിക്കുന്ന ബരാക് സെരി എന്ന ഉദ്യോഗസ്ഥൻ. മുൻപ് നെതന്യാഹുവിന്റെ തന്നെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേശകനുമായിരുന്നു ഇദ്ദേഹം. കൂടാതെ മുൻ പ്രതിരോധ മന്ത്രിമാരായ എഹൂദ് ബരാക്, അവിഗ്ദോർ ലീബർമാൻ എന്നിവരുടെ നയതന്ത്ര സംഘത്തിലും സെരി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് നെതന്യാഹുവിനെ പുറത്താക്കണമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ നെതന്യാഹു പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് ABC ന്യൂസിനോട് വെളിപ്പെടുത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ യുറേനിയം അവരുമായി സഹകരിച്ച് നീക്കം ചെയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിനെ മാറ്റി നിർത്തുന്ന നിലപാട് തന്നെയാണ് ഉണ്ടാകുന്നത്. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഇറാന്റെ നീക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത്. കടലിടുക്ക് അമേരിക്കയും ഇറാനും ചേർന്ന് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് തങ്ങൾ ആലോചിക്കുന്നതെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ കുഴിച്ചുമൂടിയ യുറേനിയം അവശിഷ്ടങ്ങൾ അമേരിക്ക ഇടപെട്ട് നീക്കം ചെയ്യുമെന്നും അമേരിക്കൻ പ്രതിരോധ തലവന്മാർ പറയുന്നുണ്ട്. ഇവിടെയെല്ലാം ഇസ്രായേൽ അപ്രസക്തമാവുകയാണ്. അതേസമയം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിയുന്നുണ്ട്. തങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിച്ചതിലുള്ള പ്രതികാരം തീർക്കുമെന്ന് കട്ടായം പറയുന്നുണ്ട് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്. ഓപ്പറേഷൻ നെതന്യാഹു ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക അതിന് വഴിയൊരുക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.